إن الحمد لله وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ബഖറ 252-53 ആയത്തുകൾ അല്ലാഹു തആല വിശദീകരിക്കുന്നു. നിങ്ങൾ തിൽകായാത്തുല്ലാഹ് അവകൾ അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാകുന്നു, അതായത് ആയത്തുകളാകുന്നു. നത്ലൂഹാ അലൈക അതിനെ താങ്കളുടെ മേൽ നാം പാരായണം ചെയ്തു തരുന്നു. നബിയെ മുഹമ്മദ് നബി അഭിസംബോധന ചെയ്തുള്ള പറയുകയാണ് ബിൽ ഹഖ്, യഥാർത്ഥ മുറപ്രകാരം. വ ഇന്നക ലമിനൽ മുർസലീൻ നബിയെ താങ്കൾ ആ മുർസലുകളിൽ പെട്ടവൻ തന്നെയാകുന്നു. ഒരുപാട് അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ആദം നബി അലൈഹി സ്വലാമിന്റെയും മൂസ നബി അലൈഹി സ്വലാമിന്റെയും പോലത്തെ ചരിത്രങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞ് അല്ലാഹു തആല അതിനെ ഉപസംഹരിക്കുകയാണ്. അതിനുശേഷം അല്ലാഹു പറയുന്നു, നോക്കൂ, തിൽക്കർ റുസുൽ ആ അമ്പിയാക്കൾ, ആ റസൂലുമാർ, ആ ദൂതന്മാർ, ഫല്ലൽനാ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു, ബഅ്ദഹും അലാ ബഅ്ദിൻ അതിൽ ചിലരെക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. മിൻഹും അവരിലുണ്ട് മൻ കല്ലമല്ലാഹ് അല്ലാഹു നേരിട്ട് സംസാരിച്ചവർ അവരിലുണ്ട്. മൂസ നബി അലൈഹിസ്സലാം ഭൂമിയിൽ വെച്ചും ആകാശലോകത്ത് വെച്ചും മുഹമ്മദ് നബിയും അല്ലാഹുമായി സംസാരിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. വറഫഅ ബഅ്ദഹും ദറജാത്ത് അതിൽ ചിലരുടെ സ്ഥാനങ്ങൾ അല്ലാഹു ഉയർത്തിയിട്ടുണ്ട്. വആതൈനാ ഈസബിന് മറിയമിനെ നാം നൽകിയിട്ടുണ്ട് അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ നൽകി. വഅയ്യദ്നാഹു നാം ബലപ്പെടുത്തി ബിറൂഹുൽ ഖുദുസ് റൂഹുൽ ഖുദുസിനെ കൊണ്ട്, പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഈസ നബിയെ നാം ബലപ്പെടുത്തുകയുണ്ടായി. വലൗശാ അല്ലാഹ് നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തതല അവർ ശണ്ട കൂടില്ലായിരുന്നു. അല്ലദീന മിൻ ബഅദിഹിം അവർക്ക് ശേഷമുള്ളവർ, ആ അമ്പിയാക്കൾക്ക് ശേഷമുള്ള തലമുറകൾ ശണ്ട കൂടില്ലായിരുന്നു. മിൻ ബഅദി മാ ജാഅതുൽ ബയ്യിനാത്ത് അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തിയതിനു ശേഷവും. വലാകിൻ ഇഖ്തലഫു പക്ഷെ അവർ ഭിന്നിച്ചു, അവർ വിവിധ കക്ഷികളായി പിരിഞ്ഞു. വമിൻഹും മൻ ആമന അവരിൽ വിശ്വാസികളുണ്ട്, വമിൻഹും മൻ കഫറ അതിൽ അവിശ്വാസികളുമുണ്ട്. വലൗശാ അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മഖ്തതലു അവർ ശണ്ട കൂടില്ലായിരുന്നു. വലാകിൻ അല്ലാഹു യഫ്അലു മാ യുരീദ് പക്ഷെ അല്ലാഹു അവൻ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നു. എത്രയുമാണ് ആയത്തുകളുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.